ഈ ഒരു ഫാം കണ്ടോ? ഈ ഫാമിൽ ഏകദേശം ഇപ്പോൾ ഒരു ഹൈടെക് ഫാമാണ്. ഇതിൽ ഏകദേശം ഒരു 1000-ഓളം ബെഡുകൾ, നിലവിൽ ഹാർവെസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു 1000-ഓളം ബെഡുകൾ ഈ ഒരു ഫാമിലുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കൂൺ കൃഷിയിലുള്ള ലാഭത്തെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ അതിലുണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് കുറവാണ്. ഈ ഒരു ഫാമിലെ ബെഡുകൾ ഫുള്ള് സ്പ്രിംഗ് ടെയിൽ എന്ന് പറഞ്ഞൊരു ചെറിയ പ്രാണികൾ പറക്കുന്നതല്ല, അങ്ങനെ ഒരു ജീവി, ഒരു ചെറിയ പ്രാണി കയറി അഫക്റ്റഡാണ്. അപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പല മാർഗ്ഗങ്ങളും നോക്കി, പക്ഷേ ഇത് കൺട്രോൾ ആവുന്നില്ല. ഇനി ലാസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ബെഡുകൾ ഫുള്ള് റിമൂവ് ചെയ്ത് കളയുക, ഫാം ഫുള്ള് ക്ലീൻ ചെയ്ത് ഫ്യൂമിഗേറ്റ് ചെയ്ത് വീണ്ടും ആദ്യം വണ്ണേന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു ചെറിയൊരു പ്രാണിയാണ്. ഇതുണ്ട്, ഈ ഒരു ബെഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, വളരെ ചെറുതായിട്ടൊരു ബ്ലാക്ക് ഡോട്ട് പോലെ. നമ്മൾ തൊടുമ്പോൾ ഇത് മൂവ് ആവുന്നുണ്ട്. നമ്മുടെ ഈ ബെഡിലൊക്കെ നിറയെ ഇരിക്കുന്നത് ഈ ഒരു കുഞ്ഞ് സ്പ്രിംഗ് ടെയിൽ എന്നറിയപ്പെടുന്ന ഒരു ചെറു പ്രാണിയാണ്. ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ കയറിയിട്ട് നമ്മുടെ കൂണിൻ്റെ മൈസീലിയം തിന്ന് തീർക്കും. അതോടുകൂടി നമ്മുടെ കൂണുണ്ടാകുന്നത് കുറഞ്ഞ് ഈ ബെഡ് ഫുള്ള് നശിച്ചും പോവും. ഇതൊരു ബെഡിൽ നിന്ന് മറ്റൊരു ബെഡിലേക്ക് പടർന്ന് ഏകദേശം ഇതിൻ്റെ അകത്ത് കിടക്കുന്ന 1000-ഓളം ബെഡുകളിലൊരു, എനിക്ക് തോന്നുന്നു ഒരു 500-600 ബെഡുകൾക്ക് മുകളിൽ അഫക്റ്റഡാണ്. ഇത് നല്ല രീതിയിൽ ഒന്നും രണ്ടും പ്രാണിയല്ല, ഒരു ബെഡിൽ 1000-കണക്കിന് പ്രാണികൾ ഉണ്ട്. ഇത് വളരെ സൂക്ഷിച്ച് നോക്കിയാലേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ. വളരെ കുഞ്ഞ് പ്രാണികളാണ്. ഇതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പല വഴികളും നോക്കി, പക്ഷേ ഒന്നും സക്സസ് ആയില്ല. പൂർണ്ണമായിട്ടും നമുക്ക് സക്സസ് ആയെന്ന് പറയാൻ പറ്റില്ല, കുറച്ചൊക്കെ കുറഞ്ഞു വന്നാലും. പക്ഷേ ഈ ഫാമിലേക്ക് നമുക്ക് പുതിയ ബെഡുകൾ ഇനി എടുത്തിടുന്ന റിസ്ക്കാണ്. അപ്പോൾ ഏകദേശം ഒരു 1000-ഓളം ബെഡുകൾ നമുക്ക് ഫാമിൽ കിടപ്പുണ്ട്. അപ്പോൾ ഈ ബെഡുകൾ ഫുള്ള് ഇനി നമ്മളെടുത്ത് മാറ്റിയിട്ട് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, ഒന്നേന്ന് പറഞ്ഞിട്ട്. എല്ലാം ഫ്രൂട്ടിങ് ആയിട്ടുള്ള ബെഡുകളുമാണ്. അപ്പം അതിൻ്റെ ഒരു കോസ്റ്റ് എത്രയാണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഏകദേശം ഒരു ബെഡിന് ഒരു 60 രൂപ നമുക്ക് മേക്കിംഗ് കോസ്റ്റ് വന്നു കഴിഞ്ഞാൽ 1000 ബെഡ് എടുത്ത് മാറ്റി കഴിയുമ്പോൾ ഏകദേശം ഒരു 60,000-ഓളം രൂപ നമുക്ക് നഷ്ടമാണ്. അപ്പം ഏതൊരു കൃഷിയും പോലെ തന്നെ കൂൺ കൃഷിയിലും ലാഭവും നഷ്ടവും ഒക്കെ ഉണ്ടാവാം. ലാഭങ്ങൾ മാത്രമല്ല, ഇത്തരത്തിലുള്ള നഷ്ടങ്ങളും നമുക്കുണ്ടാവാം. അപ്പം ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള പ്രാണികളുടെയൊക്കെ ആക്രമണങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ